ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരാളാണ് യശോദാമ്മ എന്ന് പറയുന്നത്. എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീ ജന്മമാണല്ലേ. ഭഗവാന്റെ അമ്മയാവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഷ്ടവസ്തുക്കളായ ധര എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ് നമ്മൾ ധര എന്ന് പറയുന്നത്. ധര അവരുടെ പതിയായ ദ്രോണരും കൂടെ ചേർന്ന് വളരെ വലിയ രീതിയിൽ ഘോരമായിട്ടുള്ള തപസ് ചെയ്യുകയാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ അവരുടെ പുത്രനായി ലഭിക്കാനായി. വെറും ഒരു പുത്രനല്ല കേട്ടോ, ഭഗവാന്റെ കൂടെ അടുത്തറിഞ്ഞ് ഭഗവാന്റെ സാമീപ്യം മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു മാതാപിതാക്കളാവണം എന്ന രീതിയിൽ തപസ് ചെയ്യുകയാണ് ധരയും ദ്രോണരും. അങ്ങനെ അവരുടെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് പുത്രനായി തന്നെ ജനിക്കുകയാണ്, പുത്രനായി തന്നെ മാറുകയാണ്, അങ്ങനെ വേണം പറയാൻ. അങ്ങനെയാണ് ദ്വാപര യുഗത്തിലെ യശോദാമ്മയും നന്ദഗോപുരവുമായിട്ട് ധരയും ദ്രോണരും ജനിക്കുന്നത്. അങ്ങനെ അവരുടെ പുത്രനായിട്ടാവട്ടെ സാക്ഷാൽ ശ്രീകൃഷ്ണനും അവരോടൊപ്പം കൂടി അങ്ങനെ ഭഗവാന്റെ സാമീപ്യം എല്ലാം മനസ്സിലാക്കി അവർ ഭഗവാന്റെ കൂടെ ഇങ്ങനെ അലിഞ്ഞങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള സമയങ്ങളാണ് ഭഗവാന്റെ കൂടെ ചെലവഴിച്ചത്. എത്ര പുണ്യമാണല്ലേ. അപ്പൊ യശോദാമ്മയെ കുറിച്ചുള്ള കഥ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.